5 വിഭാഗം ആളുകൾക്ക് ഖബറിൽ ചോദ്യമുണ്ടാവില്ലത്രേ. ഹദീസുകളിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് മനോഹരമായി ഇമാമിങ്ങൾ നമുക്ക് വിവരിച്ചു തരാൻ. ആ 5 വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? നമുക്കതൊന്ന് പഠിക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ അദാബുകളിൽ നിന്ന് കാവൽ തരട്ടെ. അതോടൊപ്പം 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യമുണ്ട്. ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ അവൻ്റെ കാരുണ്യം കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കണം എന്നുണ്ടാകേണ്ടത് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ സ്വബാഹുൽ ഖൈർ കാണുമ്പോൾ അതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കണ്ടേ? മരിക്കണ്ടേ? എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഉറപ്പുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇല്ല അല്ലേ? ചിന്തിക്കാറുണ്ടോ മരണത്തെക്കുറിച്ച്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നില്ലേ? അവസാന കാലത്ത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുക ശുഹദാക്കളുടെ പ്രതിഫലമാണെന്നാണ്. കാരണം മരണത്തെക്കുറിച്ചൊന്നും ഈ സമയത്ത് ചിന്ത ഉണ്ടാവില്ല. എപ്പോഴും അടിച്ചു പൊളിക്കണം എന്നുള്ള ചിന്ത അല്ലാതെ ഞാൻ മരിക്കും. ഒരു മരണ വീട്ടിൽ പോയാൽ പോലും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂല അല്ലേ? മരണ വീട്ടിൽ പോയാൽ നമുക്ക് കഥ പറയാനാണ് നേരം, ദുനിയാവിൻ്റെ കഥ പറയാനാണ് നേരം. എവിടെയാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണത്? അടുത്തത് ഇതുപോലെ ഞാനായിരിക്കുമോ കിടക്കുക എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം എത്രമേൽ വലിയ അപകടമാണത് അല്ലേ? ഒന്ന് കണ്ണടച്ച എല്ലാവരും, ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വീടിൻ്റെ കോലായിൽ നമ്മളിങ്ങനെ ഒരു മയ്യത്ത് പുതപ്പിച്ച് ഇങ്ങനെ കിടത്തിയേക്കാം. ഒരു തുണി പുതപ്പിച്ച് മയ്യത്തായിട്ട് നമ്മളിങ്ങനെ കിടത്തിയിട്ടുണ്ട്. ആരൊക്കെയോ വന്നിങ്ങനെ കണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ അവിടെ നിന്ന് അലറിക്കരയുന്നുണ്ട്. നമ്മുടെ ഇണകളുടെ കണ്ണ് നിറയുന്നുണ്ട്. നമ്മുടെ ആത്മാവ് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് സമാധാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. കഴിയുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. 3 കഷ്ണം തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെ. അതിനൊക്കെ മുൻപായി നമ്മളെ കുളിപ്പിക്കാൻ വെക്കുന്നൊരു നിമിഷത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കലും മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ കരുതിയ പലതും മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാകുന്ന നിമിഷം. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ നമ്മളെടുത്തുകൊണ്ട് ഇങ്ങനെ ഖബറിൻ്റെ അടുക്കലേക്ക്, പള്ളിക്കാട്ടിലേക്ക് നടന്നു പോകുന്നൊരു നിമിഷം. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ പൊട്ടിക്കരയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അതിൽ. ആ ഖബറിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ, സാധാരണ പള്ളിക്കാട്ടിലൊക്കെ രാത്രി ഇരുളായ സമയത്ത് നമുക്കൊന്ന് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാ ഖബറിൻ്റെ മുകളിൽ കൂടെ അല്ലേ? ആ ഖബറിൻ്റെ അകത്തേക്ക് നമ്മളെ ഇരുളടഞ്ഞ ഖബറിലേക്ക് ഇറക്കി വെക്കുക. ഒരു ലൈറ്റുമില്ല അവിടെ, ഒരു ലൈറ്റുമില്ല, ആസ്വദിക്കാനായിട്ട് ഫാനില്ല, AC ഇല്ല, ഒന്നുമില്ല. ആ ഖബറിലേക്ക് ഇറക്കി വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഓതാനുള്ളതൊക്കെ ഓതിയിട്ട് അവർ തിരിച്ചു പോവും. പിന്നെ നമ്മൾ ഖബറിൻ്റെ അകത്ത് തനിച്ചാകുന്നൊരു നിമിഷം. അല്ലാഹു റബ്ബി, അവൻ്റെ നൂറ് കൊണ്ടുള്ള പ്രകാശം നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞില്ലേ? അപ്പോഴാണ് ഭീകരരൂപികളായിട്ട് മുൻകറും നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം അവിടെ വരണത്. ഭീകരന്മാരാണെന്നാണ് ഹദീസുകൾ പറയുന്നത്. ഭീകരന്മാരാണ്. അവരുടെ കയ്യിലൊരു ദണ്ടുണ്ടത്രേ. ആ ദണ്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെറുതെ ഒന്ന് വെച്ചാൽ ആ പർവ്വതം തവിട് പൊടിയായി പോകും. നമ്മൾ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ആ ദണ്ട് കൊണ്ടാണ് നമ്മളെ അടിക്കുക എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഭീകരത നിറഞ്ഞ സമയം. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ലൈറ്റും ഫാനും AC ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവിടുത്തെ ലൈറ്റും അവിടുത്തെ ഫാനും അവിടുത്തെ AC-യും എല്ലാം നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യണ സൽക്കർമാണ്. ഒന്ന് കണ്ണ് തുറന്നേ. അവിടെ കിടക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കാവൽ ലഭിക്കണമെങ്കിൽ, പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ
ഈ ദുനിയാവിൽ ഒരുപാട് നമ്മൾ കരയണം, കണ്ണീരൊഴുക്കണം. ഖബർ കാണുമ്പോഴെല്ലാം കരയുന്ന മഹാനായിരുന്നില്ലേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? എപ്പോഴും കരച്ചിലാ, പൊട്ടി പൊട്ടി കരയും. കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ ഉസ്മാൻ, മഹ്ശർ പറഞ്ഞപ്പോഴോ നരകം പറഞ്ഞപ്പോഴോ കാണാത്തൊരു കരച്ചിൽ, വല്ലാത്തൊരു കരച്ചിൽ ഖബർ കാണുമ്പോൾ? ഒന്നുമില്ല, അതിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. ഈ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയൊക്കെ ഈസിയാ. ഈ ഖബറിലൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അതോർക്കുമ്പോൾ എനിക്ക് പേടിയാണെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖബറിലെ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലേ, നമ്മൾ കേൾക്കൂല. ഖബർ അത്ഭുതങ്ങളുടെ ലോകമാണത്. ആ ഖബറിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചോദിക്കുക? എന്തൊക്കെ ചോദിക്കും നമുക്കറിയാം. മുൻകറും വനക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം, മൻ റബ്ബുക, നിൻ്റെ നാഥൻ ആരാണ്? അല്ലാഹു റബ്ബി എന്ന് മറുപടി പറയണം എന്നാണ്. ഇവിടെ നിന്ന് എത്ര ട്യൂഷൻ എടുത്ത് പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അടുത്ത ചോദ്യം എന്താണ്? വമൻ നബിയുക, നിൻ്റെ നബി ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയി, എൻ്റെ നബി മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ദീനുക്, നിൻ്റെ ദീൻ ഏതാണ്? ഇസ്ലാമു ദീനി. വമാ ഖിബ്ലതുക്, നിൻ്റെ ഖിബ്ല ഏതാണ്? അൽ കഅബതു ഖിബ്ലതി, കഅബയാണ് എൻ്റെ ഖിബ്ല. വമൻ ഇമാമുക്, നിൻ്റെ ഇമാം ആരാണ്? അൽ ഖുർആനു ഇമാമി, എൻ്റെ ഇമാമു ഖുർആനാണ്. വമൻ ഇഖ്വാനുക്, നിൻ്റെ സഹോദരങ്ങൾ ആരാണ്? അൽ മുസ്ലിമൂന ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം നമുക്ക് ഉത്തരവൊക്കെ അറിയാമല്ലേ? അയ്യയ്യ, ഇത് സിമ്പിൾ ചോദ്യമാണെന്നാ. തൗഫീഖ് കിട്ടൂല. അള്ളാൻ്റെ അനുവാദം ഇല്ലാതെ ഒരാൾക്കും അവിടെ തൗഫീഖ് കിട്ടൂല. നമ്മളിവിടുന്ന് എത്ര ട്യൂഷൻ എടുത്ത് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ പോയാൽ ചെന്നൈയും ഒരു കാര്യവും റബ്ബിൻ്റെ കാരുണ്യം ഇല്ലെങ്കിലും മറുപടി പറയാൻ പറ്റൂല. അപ്പോഴായിരിക്കും ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കണത്. ചില റിപ്പോർട്ടുകളിൽ കാണാം, നേരിട്ട് തന്നെ കാണിക്കും മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരാണ്? ഈമാനുള്ളവർ, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മഹബത്ത് വെക്കുന്നവർ പറയും, ഇതെൻ്റെ ഹബീബാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. എന്നാൽ കുറേ ആളുകൾ പറയും, ലാ അദിരി, ഞങ്ങൾക്കറിയില്ല ഈ മനുഷ്യനെ. ക്രൂരമായ അതിഭീകരമായ വേട്ടയാടലുകൾ അതിനുശേഷം ഖബറിലുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അതിനും മറുപടി പറഞ്ഞാൽ പിന്നെ അവർക്ക് ഖബറിൽ ഒരു അദാബുമില്ല. അവരോട് പറയും, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള ഉറങ്ങണത് പോലെ ഉറങ്ങിക്കോ. ഇനിയല്ലേ ഈ ഉത്തരങ്ങളൊന്നും പറയാൻ പറ്റിയില്ലേ? പിന്നെ ഖിയാമത്ത് നാൾ വരെ അതിക്രൂരമായ വേട്ടയാടലുകളാണ് ഖബറിൽ, അതിഭീകരമായ ശിക്ഷകളാണ് ഖബറിൽ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ഈ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കണതിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ, ഖബറിലെ അദാബുകളെ നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ബാപ്പ തുടങ്ങി പല ആളുകളൊന്നും ഖബറിലാണ്. അള്ളാഹുവേ, എല്ലാവർക്കും ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകണേ അള്ളാഹ്. ഏതായാലും 5 വിഭാഗങ്ങൾ ഖബറിലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാണെന്നാണ്. നമുക്ക് ഈമാൻ വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ. ഉമർ റളിയല്ലാഹുവിൻ്റെയൊക്കെ ഈമാൻ എത്രയാണ്? ഉമറിൻ്റെ ഈമാൻ, യാ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകർ നക്കീർ അലൈഹി സ്വലാമിൻ്റെ കാര്യം പറയുമ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്കിപ്പോഴുള്ള ഈ ഒരു ബുദ്ധി എനിക്ക് ഖബറിലുണ്ടാവും. എന്നാൽ മുൻകർ നക്കീറിൻ്റെ കാര്യം ഞാൻ ഏറ്റു. അതൊരു ഈമാനാ. അതത് വല്ലാത്ത പവറാണ്. നമ്മൾ അങ്ങോട്ട് എത്താൻ തന്നെ നമുക്ക് കഴിയുമോ? പറ്റൂലല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ മഹത്തുക്കളുടെയൊക്കെ ബർക്കത്തുകൊണ്ട് രക്ഷപ്പെടുത്തട്ടെ. ഏതായാലും 5 കാര്യങ്ങളിൽ, 5 വിഭാഗങ്ങളിൽ ഒന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പ്രയാസം സഹിച്ചൊരു മനുഷ്യൻ. അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയതാണ്. ഇന്ത്യയിലെ കാര്യമൊന്നുമല്ല കേട്ടോ പറയണേ. അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയ സ്വഹാബാക്കളെ പോലെയുള്ള ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, പ്രയത്നിച്ചവർ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവർ, അവരും മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവർക്കുള്ള അദാബുകൾ ഒഴിവാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഖബറിലെ ചോദ്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാം. അവർക്ക് ചോദ്യമില്ല, അവർക്ക് ഫ്രീ ആണ്. അടിപൊളിയായിട്ട് അവർക്ക് കടന്നുറങ്ങാൻ ഖബറിൽ നിന്നാണ്. അള്ളാഹ്. രണ്ടാമത്തെ വിഭാഗക്കാരാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മനുഷ്യരാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മനുഷ്യരാണവർ, രക്തസാക്ഷികളായ മനുഷ്യർ. രക്തസാക്ഷികളാണവർ. അള്ളാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവർ, രക്തം നൽകിയവർ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രണ്ട് തുള്ളിയെക്കുറിച്ച് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം സഹിക്കുമ്പോൾ അവർക്കേറ്റം മുറിവിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളികൾ.
മറ്റൊന്ന് പാതിരാവിൻ്റെ സമയത്ത് പോലും അള്ളാനെ ഓർത്ത് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അള്ളാനെ ഓർത്ത് കരയുന്ന കണ്ണീര്, ആ കണ്ണീര് പടച്ചവന് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. 2 തുള്ളികൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഷഹീദായ മനുഷ്യനും ഖബറിൽ ചോദ്യമില്ല എന്നാണ്. ഇത് രണ്ടും നമുക്കിപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലയാണ്. മൂന്നാമത്തേത് നോക്കിയേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, എല്ലാ രാത്രിയിലും ഒരു സൂറത്ത് പതിവാക്കുന്ന മനുഷ്യർക്ക് ഖബറിൽ അദാബ് ഉണ്ടാവില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് 30 ആയത്തുകളുള്ള ഈ സൂറത്ത്, അത് സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. കഴിഞ്ഞ രാത്രിയിൽ എല്ലാവരും ഓതിയവരെന്ന് പറഞ്ഞേ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഓതിയവരെന്ന് പറഞ്ഞേ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ സൂറത്തു തബാറക സൂറത്തിൻ്റെ പ്രത്യേകത എന്താ? വലിയ മഹത്വമല്ലേ. എല്ലാ രാത്രിയിലും ഇത് പതിവാക്കുന്നവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു രാത്രിയിൽ നിങ്ങൾ ഇത് ഓതുമ്പോൾ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബഹ മഗ്ഫൂറല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് പാപമുക്തരായി നിങ്ങൾ എഴുന്നേൽക്കും രാത്രി ഓതിയാൽ. അതാണ് സൂറത്തുൽ മുൽക്കിൻ്റെ മഹത്വം എന്ന് പഠിപ്പിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അത്ഭുതകരമായ സൂറത്താണ്. ആ ഒരു പദവി നമുക്ക് നേടിയെടുത്തൂടെ? ആ ഒരു പദവി സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് നേടിയെടുത്തൂടെ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായി ഓതാനും അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ മുൽക്കിൻ്റെ ഒക്കെ തഫ്സീർ പഠിക്കണം. സൂറത്തു യാസീൻ നമ്മൾ തുടങ്ങിയിട്ട് എവിടെ വെച്ച് നിന്ന് പോയിട്ടുണ്ട്, അത് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഉഷാറില്ലാന്ന് തോന്നിയപ്പോഴാണ് അത് ഞാൻ സ്റ്റക്ക് ചെയ്ത് വെച്ചത്. ആദ്യം ഭയങ്കര ഉഷാറായിരുന്നു, പിന്നെ ഉഷാറൊക്കെ പോയ പോലെ തോന്നിയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പതിയെ റീസ്റ്റാർട്ട് ചെയ്യണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലൊരു സ്വഹാബി ഒരു ടെൻ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് താഴെ ഭൂമിക്കടിയിൽ നിന്നിങ്ങനെ ഖുർആൻ പാരായണം കേൾക്കാൻ, സൂറത്തുൽ മുൽക്ക് കേൾക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഓടുമ്പോൾ മുത്തനബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അവർക്ക് ഖബറിൽ അദാബുണ്ടാവില്ല. അവിടെ ആ സ്വഹാബി കിടന്നതൊരു ഖബറിൻ്റെ മുകളിലായിരുന്നു. സൂറത്തുൽ മുൽക്ക് ഓതുന്ന നാവിലേക്ക് അദാബ് വന്ന നാവ് പറയും, തൊടാൻ പറ്റൂല, എന്നെ മുൽക്കോതിയ നാവാണിത്. ശരീരത്തിലേക്ക് വരുമ്പോൾ ഹൃദയം എണീറ്റ് നിൽക്കും. ഇത് സൂറത്തുൽ മുൽക്ക് ഹിഫ്ള് ചെയ്ത ഖൽബാണ്, തൊടാൻ പറ്റൂല. സൂറത്തുൽ മുൽക്കിന് അത്ര വലിയ പവറാണ്. ഖബറിൽ അദാബ് നമ്മളെ ടച്ച് പോലും ചെയ്യില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത്തേത്, വയറ് സംബന്ധിയായ രോഗത്തിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യങ്ങളില്ല. ഖബറിൽ അദാബ് ഉണ്ടാവില്ല, അതിൻ്റെ ഭാഗമെന്നോണം ചോദ്യങ്ങൾ ഉണ്ടാവില്ല അത്രേ. ഖബർ സംബന്ധമായി വയറ് സംബന്ധമായി ഇപ്പോൾ വയറ്റിൽ ക്യാൻസർ വന്ന മരിച്ച ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കൊക്കെ ഖബറിൽ സന്തോഷം നൽകട്ടെ. കാരണം ഒരുപാട് വേദനയാണ് ഈ ദുനിയാവിൽ അവർ സഹിച്ചിട്ടുള്ളത്. ചിലർ പറയും, ഉസ്താദ് ഉമ്മാക്ക് ലങ് ക്യാൻസറാണ്, ഉമ്മാക്ക് കിഡ്നിയിൽ പ്രശ്നങ്ങളാണ്, ഉപ്പാക്ക് കിഡ്നി പ്രശ്നമുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ വയറ് സംബന്ധിയായ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അവരെത്ര വേദന അനുഭവിക്കണമെന്നറിയും. ഓരോ കീമോ കഴിയുമ്പോഴേക്ക് അവരനുഭവിച്ച് തീർക്കണത് എത്ര വേദനയാണ്. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഡയാലിസിസ് കഴിയുമ്പോഴേക്ക് തളർന്നു പോവാണ് ശരീരം. അല്ലാഹ് ഞങ്ങൾക്കൊക്കെ നീ അത്തരം അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല. ഈ സ്വബാഹുൽ ഖൈർ കേൾക്കണതിൽ പങ്കെടുക്കണതിൽ അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് നീ ശിഫ കൊടുക്കണയല്ല, നീ ശിഫ കൊടുക്കണയല്ല. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഇപ്പോൾ വയറ് സംബന്ധിയായ പ്രയാസങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് ഖബറിൽ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമെന്നോണം ചോദ്യം ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രസവ സമയത്ത് മരിച്ചു പോകുന്ന ഉമ്മമാർ അല്ലേ, പ്രസവ സമയത്ത് മരണപ്പെട്ടു പോകുന്നവർ, പ്രസവ സമയത്ത് ആ പ്രസവിക്കുന്ന ഘട്ടം, ആ ഒരു ഗർഭകാലം അവരെത്ര വേദന അനുഭവിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഖബറിൽ അല്ലാഹു അദാബ് കൊടുക്കില്ല എന്നാണ്. ഒരുപാട് ഗർഭിണികൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ഒരു പ്രയാസം ഇല്ലാത്ത നിലക്ക് സുഖപ്രസവത്തിലൂടെ നീ സ്വാലിഹ്യങ്ങളായ കുഞ്ഞുങ്ങളെ കൊടുക്കണയല്ല. അല്ല ഇനി സിസേറിയൻ മസ്റ്റാകുന്നൊരു ഘട്ടമാണെങ്കിൽ അത് പരിപൂർണ്ണ വിജയത്തിലാക്കി കൊടുക്കണയല്ല. നല്ല നല്ല മനോധൈര്യം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു കൂടെ ഉണ്ടാവും. അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. ഇനി അഞ്ചാമത്തൊരു കാര്യം, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്നൊരു മനുഷ്യൻ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്നൊരു മനുഷ്യന് ഖബറിൽ ചോദ്യങ്ങളില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് സ്വാലിഹ്യങ്ങൾ പറയാൻ. മനസ്സിലാവുണ്ടോ? വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ. പണ്ടുള്ള കാർന്നോമാരൊക്കെ ഇതുമായിരിക്കും, പഠിച്ചോനെ ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകലിലെ മരിപ്പിക്കണേ അല്ല. കാരണം എന്താ, ആ രാവിനും പകലിനും അത്ര മഹത്വമാണ്.
ആ മഹത്വം നമ്മുടെ കാർന്നോന്മാർ മനസ്സിലാക്കിയിരുന്നു, നമുക്കത് മനസ്സിലാവണില്ല എന്നുള്ളതാണ് അല്ലേ. അവരതിനു വേണ്ടി ദ്വാരന്നിരുന്നു. നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആഖിബത്ത് നന്നാകാൻ ദ്വാരക്കണം, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദ്വാരക്കണം കേട്ടോ. അപ്പോൾ ഈ 5 വിഭാഗത്തിന് ഖബറിൽ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ഹദീസുകൾ വെച്ചുകൊണ്ട് സ്വാലിഹീങ്ങൾ വിശദീകരിക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഖബറിലെ ശിക്ഷകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമാധാനമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ പടച്ചറബ് തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഖുതുബിയ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? അത് മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ആണ്. തമിഴ്നാട്ടിലാണ് മഹാനവർകളുടെ മഖാമ സ്ഥിതി ചെയ്യുന്നത്. പോയിട്ടുണ്ടോ ആരെങ്കിലും? പോയിട്ടുണ്ടോ? അത് എവിടെയാണെന്ന് പറയണം കേട്ടോ. പോയിട്ടുള്ളവർ എവിടെയാണെന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനവറുകളെയൊക്കെ സിയാറത്ത് ചെയ്യുക. അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാന്മാരല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹത്തുക്കളൊക്കെ സ്നേഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനിയും അതുപോലെ തന്നെ ഒരു ചോദ്യം, റിഫാഇ മാല നമ്മൾ ഓതിയിട്ടില്ലേ? റിഫാഇ മാല, റിഫാഇ മുഹിദ്ദീൻ മാല നമുക്കറിയാം, ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ രചയിതാവ്. റിഫാഇ മാലയുടെ രചയിതാവ് ആരാണ്? അതിപ്പോൾ എങ്ങനെ ഉസ്താദേ കണ്ടുപിടിച്ചൊന്ന് പറഞ്ഞേ, നമുക്ക് നോക്കാം. ആർക്കാണ് സമ്മാനം കിട്ടണമെന്ന് അറിയണ്ടേ? 1000 രൂപ ആർക്കാണ്? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الراحماയ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണയല്ല. നിൻ്റെ കാരുണ്യം നിമിത്തം ഞങ്ങൾക്ക് സമാധാനം നൽകണയല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി, കോളേജ് വിദ്യാഭ്യാസം തുടങ്ങി, എല്ലാം നീ ഹൈറിലാക്കണയല്ല. അതുപോലെ തന്നെ സീറ്റുകൾക്കായി കാത്തിരിക്കുന്ന മക്കൾക്ക് ഹൈറായ നല്ല സ്ഥാപനങ്ങളിൽ നീ സീറ്റ് നൽകണേ ചമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തൊഴിലുകൾ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണയല്ല. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ. ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല. ഇല്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബന യാ റബ്ബന, മനസമാധാനമുള്ള ജീവിതം നീ നൽകണയല്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചെയ്യണയല്ല. കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. എത്രയോ നോക്കിയിരുന്നിട്ടും വിവാഹം നടക്കുന്നില്ല എന്ന സങ്കടം പറഞ്ഞവർ ഹൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നീ നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഖബറുകളിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഖബറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമാണ് റബ്ബേ. ഖബറിലെ ചോദ്യങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല. ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല. പുണ്യഭൂമിയിലെത്തിക്കാതെ മരിപ്പിക്കല്ലയല്ല. ഞങ്ങളിൽ നിന്ന് പോയവർക്ക് മഖബൂലും മബ്റൂറും മർളിയുമായി അമലുകൾ ചെയ്ത് തിരിച്ചെത്താൻ, ആഫിയത്തോടെ തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും, വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.